ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഓഫീസിൽ ഞങ്ങൾ 3 പേരായിരുന്നു കേട്ടോ. അതിലൊരു ചേച്ചിയുടെ ഫാമിലി ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങളെ 2 പേരെയും കൂടി ആഡ് ചെയ്താണ്. ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചൊരു ട്രിപ്പും പോയിട്ടുണ്ടായിരുന്നില്ല അതുവരെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ഞങ്ങൾക്ക് അങ്ങനെ 3 പേർക്കും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു ട്രിപ്പ് ആക്കാമെന്ന് കൂടിയിട്ട് വിചാരിച്ചിട്ടാണ് ആ ചേച്ചി ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു 7:45 ഒക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റോപ്പിൽ എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 8 ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം നേരത്തെ എത്തിക്കഴിഞ്ഞാൽ സുസു ഒരിക്കലും നേരത്തെ എത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അപ്പോൾ പോലും സുസു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സുസു എന്നാണ് വിളിക്കാറ്, സുജിഷ എന്നാണ് കേട്ടോ ചേച്ചിയുടെ പേര്. അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റോപ്പിലെത്തി. പക്ഷേ എന്താ പറയുക, സുസു അപ്പം വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ഈ വെഹിക്കിൾസിൻ്റെ എണ്ണവും പിടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ റീൽസൊക്കെ നോക്കി, പക്ഷേ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം സുസുയുടെ അമ്മയും അതുപോലെ തന്നെ ഏട്ടൻ്റെ വൈഫും മോളും വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ അവരുമായിട്ട് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോൾ പോസ്റ്റായിരുന്നു കുറച്ച് നേരം. പക്ഷേ അവർ വന്നതിന് ശേഷം അവരോട് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ ലാസ്റ്റ് ഞങ്ങളുടെ ട്രാവലർ വന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് സുസു ഉണ്ടായിരുന്നു. സുസുവിൻ്റെ 2 മക്കളും ഉണ്ടായിരുന്നു. ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഏട്ടനൊരു ട്രിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ഏട്ടൻ വന്നിട്ടില്ല. അപ്പോൾ ഇതേ മക്കളൊക്കെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഇതാണ് സുസുവിൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ലില്ലിന്ന് വിളിക്കും. അപ്പോൾ അവൾ എൻ്റെ മടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾ ചേച്ചിയുടെ മടിയിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത, അതായത് അനില എന്നാണ് ചേച്ചിയുടെ പേര്, ചേച്ചീനെ പിക്ക് ചെയ്യും. ചേച്ചിയും ചേച്ചിയുടെ മോളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രൈവറിലെ 3ാമത്തെ ആൾ. അങ്ങനെ ചേച്ചീനെയും ചേച്ചിയുടെ മോളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവളെയും കൂടി അവിടെ നിന്ന് പിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാനിതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം. ഞാനിതിനെ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അകലാപ്പുഴയ്ക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊയിലാണ്ടി എത്തി. കൊയിലാണ്ടി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ നാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. കാരണം അമ്മമ്മേനെ കാണാൻ പറ്റും, മാമൻ മാമി കസിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ നമുക്ക്. പണ്ട് മുതലേ അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ്. എന്താണെന്നറിയില്ല, അവിടെ ഇപ്പോൾ അവരെ കാണാൻ പറ്റുന്നൊക്കെ ഉള്ളൊരു ഹാപ്പിനെസ് കണ്ടായിരിക്കാം. പക്ഷേ ഇപ്പം ഞങ്ങൾ പോകുന്നത് അങ്ങോട്ടല്ല. എങ്കിലും ഈ ഒരു അമ്മയുടെ നാട്ടിലെത്തുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യം തന്നെയല്ലേ. അപ്പം ഞങ്ങൾ ഇവിടെയൊക്കെ എത്തി. ഇനി നേരെ അകലാപ്പുഴയ്ക്കാണ് പോകുന്നത്. ഇവിടെ എൻ്റെ മാമൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൊയിലാണ്ടി ബസ് സ്റ്റോപ്പാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ കൊയിലാണ്ടി എത്തിയ കാര്യം ഞങ്ങൾ അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാനും അനിലേച്ചിയും അതുപോലെ തന്നെ മഗൾസും കൂടി നല്ല കഥയിലായിരുന്നു. അങ്ങനെ കൊയിലാണ്ടി എത്തിയപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഓർമ്മ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഞങ്ങൾ ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറിയിട്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 3 പേരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 3 പേരുടെ കയ്യിൽ മക്കൾസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കി കുറേ ചോട്ടകൾ അവിടെ ഉണ്ടായിരുന്നു ബാഗിൽ. അവരൊക്കെ കൂടി ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അതുപോലെ തന്നെ അനിലേച്ചിയും കൂടി ആയിരുന്നു കേട്ടോ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ മേക്കപ്പൊക്കെ ഇളകി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കളിക്കാനൊന്നും പോയില്ല. കുറച്ചൊക്കെ കഴിഞ്ഞ് നമുക്കൊരു രാത്രിയൊക്കെ ആകുമ്പോൾ കളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളിതാ അകലാപ്പുഴ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ ആ ഒരു ബ്യൂട്ടിയൊക്കെ. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് റെഡിയാണ്. ബോട്ടിൻ്റെ പേര് ബിഗ് ബി എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആളുകളനുസരിച്ച് ഓരോരുത്തർക്ക് ഓരോരോ ബോട്ടൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഇത്ര പേർക്ക് ബിഗ് ബി ആയിരുന്നു സ്യൂട്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ബോട്ടിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അനിലേച്ചിയുടെ കയ്യിലുള്ളത് ചട്നിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അതൊക്കെ പിടിച്ച് കയറിയായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് എന്താ പറയുക, വീഡിയോസ് എടുക്കേണ്ടത് കൊണ്ട് ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി സാധനങ്ങളൊക്കെ അവരാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാൻ ബോട്ടിൽ കയറി. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം കുറേ കാലത്തിന് ശേഷം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ കയറാൻ പറ്റും എന്നുള്ളൊരു കാര്യം. അങ്ങനെ ബോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി ഒരു 2 hours ഞങ്ങൾ ഇതിനകത്ത് തന്നെയായിരിക്കും. പാട്ടും
ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ ഇതിനകത്ത് പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ കുറച്ച് പിക്സൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഞങ്ങൾ. അതിനുശേഷം ഞങ്ങൾക്ക് പാട്ടൊക്കെ വെച്ച് തന്ന് ഇങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഡാൻസൊക്കെ കളിച്ചു. ഡാൻസ് ഞാൻ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള സ്റ്റെപ്സ് തന്നെയായിരിക്കും. അത് നമ്മളെല്ലാവരും പണ്ട് മുതലേ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്റ്റെപ്പ് തന്നെയായിരുന്നു അത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് എടുത്തൊന്നുമില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ മൊബൈൽ ഫാൻസിയാണ് കേട്ടോ. അപ്പോൾ ഡാൻസൊക്കെ ചെയ്ത് ചെറുതായിട്ടൊന്ന് മുടി അവിടെ ഇവിടെയൊക്കെ ഒന്ന് പൊന്തിയെന്നുള്ളൊരു പേരിലാണ് മൂപ്പത്തി പോയിട്ട് മുടിയൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനിലേച്ചിയും പോകുന്നത്. പിന്നെ നമുക്ക് കിട്ടിയ ഈ ഒരു ടീം എന്ന് പറയുന്നതും അടിപൊളി ടീമായിരുന്നു കേട്ടോ. കണ്ടില്ലേ, പാട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യാനൊന്നും ഒരു മടി ഉണ്ടായിരുന്നില്ല. ഞങ്ങളെയൊക്കെ പിടിച്ചു വലിച്ച് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇത് സുസുയുടെ അമ്മയാണ്. അവരൊക്കെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും ആ ഒരു ബോട്ടിംഗ് എന്ന് പറയുന്നത്. ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. എല്ലാവരും റെഡി ആയിരുന്നു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വൈബുള്ള ആൾക്കാർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മിങ്കിൾ ചെയ്യാനും നമുക്ക് പെട്ടെന്ന് തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചേച്ചിമാരൊക്കെ അടിപൊളി, എന്താ പറയുക, അടിപൊളി കമ്പനിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ടിലൊക്കെ വന്ന് നോക്കിയിരുന്നത്. ഞങ്ങൾക്കും കുറേ പിക്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ പിക്സൊക്കെ എടുത്ത് അവിടെ ഇരുന്നും കിടന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും കുറേ പിക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് സുസുവിൻ്റെ അമ്മ വിളിച്ചിട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇഡ്ഡലി, ചട്നി, അതുപോലെ സാമ്പാറും ആയിരുന്നു ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. നല്ല ഇഡ്ഡലിയൊക്കെ ആയിരുന്നു, നല്ല കറിയൊക്കെ ആയിരുന്നു. ഒക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇത് അനിലേച്ചി തന്നിട്ടുള്ള ഒരു പഫാണ് കേട്ടോ, പഫ് റിങ്സ് ആണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മക്കൾക്കൊക്കെ പിന്നെ പൊട്ടിച്ച് കൊടുത്ത് കുറച്ച് ഞങ്ങളും എടുത്ത് കഴിച്ചു. ഞാനും സുസു അനിലേച്ചിയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞതാ ഞങ്ങളുടെ ബോട്ടിങ് ഇവിടെ അവസാനിക്കുകയാണ്. 2 മണിക്കൂർ പോയത് അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളും കുറച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആരൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആ വീഡിയോ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഞാനതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ പാട്ടൊന്നും നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആ ഒരു കാരണത്തിൽ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് പിക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഉച്ചയൊക്കെ ഒരു 12 മണി ഒക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോകാൻ പോകുന്നത് മിനി ഗോവയിലേക്കാണ് കേട്ടോ. ഈ മിനി ഗോവേനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇവിടെയും ഞാൻ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് പോകാനൊരു ചാൻസ് കിട്ടുന്നത്. അപ്പം ഗോവയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം അവിടുത്തെ ഒരു എന്താ പറയുക, അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആണോ ഇവിടെ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഞാൻ. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാതെയാണ് കേട്ടോ മിനി ഗോവയിലേക്ക് പോകാൻ പോകുന്നത്. അവിടെ നിന്ന് വന്നിട്ട് നമുക്ക് കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം മിനി ഗോവയ്ക്ക് വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേ അപ്പം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും തെങ്ങുകളാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബീച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ പോകാൻ തന്നെ ഈ 2 ഭാഗത്തുള്ള ഈ ഒരു ട്രീസിൻ്റെ ഇടയിൽ കൂടെ, നമ്മുടെ തെങ്ങിൻ്റെ ഇടയിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു എന്താ പറയുക, പല മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റ് മൊത്തം കാടായിരുന്നു ഗൈസ്. അപ്പം നമുക്ക് ഈ കാടിനുള്ളിൽ കൂടി വേണം നമുക്ക് സ്പോട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നടന്ന്, നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു എന്താ പറയുക, തണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു കൂളിംഗ് എഫക്റ്റ് ആണല്ലോ. നമ്മൾ വെയിലത്തു നിന്ന് നടന്ന് വന്ന് കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ അതിന് ശേഷം ഈ ഒരു തണലത്തൂടെയൊക്കെ നടന്ന് വരുമ്പം കിളികളുടെ സൗണ്ട് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു വൈബ് തന്നെയായിരുന്നു അവിടെ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് ചേച്ചിമാരെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫോറസ്റ്റാണ് മൊത്തം. നല്ല ഒരുപാട് ഡെൻസ് ഫോറസ്റ്റാണ്. ഒരുപാട് മരങ്ങൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്, തിങ്ങി നിറഞ്ഞിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ കുറേ കുറ്റിച്ചെടി, അങ്ങനത്തെ ടൈപ്പ് ഓഫ് എന്താ പറയുക, ബുഷസൊക്കെയാണ് അവിടെ ഉള്ളത്. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ നടന്നിട്ടുണ്ട്. അപ്പം ബാക്കി ടീംസൊക്കെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റായി. ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇവിടെ ശരിക്കും നമുക്ക് എത്ര സമയം ഇരുന്നാലും മതിയാവില്ല തോന്നുന്നു. അത്രയ്ക്കും ഒരു എന്താ പറയുക, കാം ആൻഡ് സെറീൻ ആയിട്ടുള്ളൊരു പ്ലേസാണിത്. അങ്ങനെ ഞങ്ങൾ
മെല്ലെ നടന്ന് ഇപ്പോൾ ഇവിടേക്കല്ല കേട്ടോ, ശരിക്കും സ്പോട്ട് ഇതല്ല, പക്ഷേ കാണാൻ ഇവിടെയല്ല, കുറച്ചും കൂടി ഫ്രണ്ടിലേക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെന്തായാലും ഞാനിതുവരെ ആ റോക്കിൻ്റെ മുകളിലൊന്നും കയറിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഹാർബറിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് രണ്ട് ഭാഗത്തും കടൽ കാണാമല്ലോ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഞാൻ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അനിലേച്ചിയും പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞു, എൻ്റെ വീഡിയോ എടുത്താന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെക്കൊണ്ട് എടുപ്പിച്ചത്. അങ്ങനെ അവർ കയറി, മോളും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്താ ഞാനും കയറട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. പക്ഷേ സുസു കയറിയിട്ടുണ്ടായിരുന്നില്ല. ടീംസ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് കാരണം അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ വീഡിയോസൊക്കെ എടുക്കാമല്ലോ, ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് പോക്കളയെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അനിലേച്ചിയുടെ കൂടെ ഇവിടെ വന്ന് കയറിയിട്ട് പിക്ക് എടുക്കാമെന്ന് അല്ലെങ്കിൽ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിക്കും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. ടൈം ഇപ്പോൾ എന്തായാലും 1 മണി 1:30 ഒക്കെ എന്തായാലും ആയിട്ടുണ്ടാവും. നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളതൊന്നും കണക്കാക്കിയില്ല. കാരണം നമുക്ക് ഇതിങ്ങനെ കിട്ടുന്നൊരു സമയം എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ എൻജോയ് ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് അവിടെയുള്ള ഇതൊക്കെ കണ്ടിട്ടൊക്കെ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഈ കൂട്ടത്തിൽ ഒരാൾ മാത്രം കയറിയിട്ടുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടു പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് കേട്ടോ സ്ഥലം. ഇപ്പം പ്രീ വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ ആണെങ്കിലും പറ്റിയൊരു സ്ഥലമാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ സേവ് ദ ഡേറ്റ് ഒക്കെ ഇവിടെ നിന്നൊക്കെ എടുക്കാവുന്നതാണ്, കാരണം നല്ലൊരു സ്ഥലമാണ്. അവിടെയുള്ള ആ മരങ്ങളില്ലേ, ആ ഒരു വള്ളിച്ചെടിയൊക്കെ, അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് ഞങ്ങൾ ഒരുപാട് പിക്സൊക്കെ എടുത്തു. നല്ല അടിപൊളി പ്ലേസാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കുറേ പിക്സൊക്കെ എടുത്ത് പോവാം കേട്ടോ. പിന്നെ ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ, കുറച്ച് വെള്ളം, കുറച്ച് അവിടെ മണലിൽ ചെറുതായിട്ട് കുറ്റികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിനി പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ലഞ്ച് കുറച്ച് ലേറ്റ് ആക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത്ര ലേറ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ ഞങ്ങൾ കൊയിലാണ്ടി എത്തി. കൊയിലാണ്ടിയിൽ ഉള്ള വണ്ടിത്താവളം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSRTC മോഡലിലാണ്, ബസ്സിൻ്റെ മോഡലിലാണ് അവിടെ എന്താ പറയുക സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമുക്കതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ അതിനകത്ത് കയറി നോക്കിയപ്പം ജസ്റ്റ് നമ്മൾ ബസ്സിലൊക്കെ കാണുന്നത് പോലെയുള്ള സീറ്റുകൾ, പക്ഷേ അങ്ങനെയല്ല, ജസ്റ്റ് എന്താ പറയുക ഇതുപോലെയുള്ള പ്ലൈവുഡിൻ്റെ എന്താ പറയുക ഷീറ്റൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് പാർട്ടീഷൻ കൊടുത്തിട്ടുള്ള പ്ലേസൊക്കെ, സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിരുന്നു. അപ്പം അവിടുന്ന് ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അത്യാവശ്യം നന്നായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയൊക്കെ തന്നെയായിരുന്നു അത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അത് കഴിച്ചു. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നേരെ കാപ്പാട് പോകാനാണ് കേട്ടോ. അപ്പം ടൈം ഏതായാലും ഇത്ര ആയല്ലോ, അപ്പം നമ്മൾക്കിനി കാപ്പാടേക്ക് പോയിട്ട് കാപ്പാടിന്ന് ഒരു സൺസെറ്റൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. അപ്പം കുറേ പിക്സൊക്കെ എടുക്കാമല്ലോ നമുക്ക്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കാപ്പാടേക്കാണ് പോകുന്നത്. എത്തിയിട്ടുണ്ട്, സ്പോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുന്നതിൻ്റെ ഒരു 1 വീക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് നേരമൊന്നും സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വേഗം കണ്ടിട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താ പറയുക, കുറേ പിക്സൊക്കെ അങ്ങനെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യൂ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് വ്യൂസൊക്കെ അതിന് ഒരുപാട് മരങ്ങളും ബുഷസൊക്കെ ആയിട്ട് എന്താ പറയുക അടിപൊളിയാണ് കാപ്പാടിൻ്റെ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ ഇങ്ങനെ നന്നാക്കിയിട്ടൊക്കെ. നിങ്ങൾക്കറിയാലോ ബ്ലൂ ഫ്ലാഗൊക്കെ കിട്ടിയിട്ടുള്ളൊരു സ്പോട്ടാണിത്. അപ്പോൾ അതേ വെഹിക്കിളൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളും കാപ്പാട് ബീച്ചിൽ കാലുകുത്തി ഗൈസ്. അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ആളൊക്കെ ഉണ്ട്. എന്തായാലും കോഴിക്കോട് ബീച്ചിൻ്റെ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് എന്നെ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് മേക്കപ്പ് ലിപ്സ്റ്റിക്കെല്ലാം പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങാനുള്ളൊരു സ്പോട്ട് തേടിച്ചാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള കോലാണിത്. അങ്ങനെ അവിടെ ഒരു 2-3 ഹവേഴ്സ് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ കുറേ പിക്സൊക്കെ എടുത്തു, കുറേ കഥ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് കഥകളൊക്കെ പറയാനൊക്കെ ഉണ്ടായിരുന്നു, എനിക്കും സൂസൂനും അനിലേച്ചിക്കൊക്കെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് മക്കളെയൊക്കെ കുറേ ബീച്ചിലൊക്കെ കളിപ്പിച്ച് അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ വണ്ടിയിൽ കയറിയതാട്ടോ. അങ്ങനെ ലൈറ്റ്സൊക്കെ ഓൺ ആയിട്ടുണ്ട്, പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് നമ്മൾ മാനാഞ്ചിറ ലൈറ്റ് ഫെസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നമ്മൾ ന്യൂ ഇയറിൻ്റെ മുന്നേ ആയിരുന്നു അത്.
നിങ്ങൾക്കറിയാം. അപ്പം ഞങ്ങൾ അവിടേക്കാണ് ഇനി പോകുന്നത്. ഇപ്പം മാവൂർ റോഡ് എത്തിയിട്ടുണ്ട്. സ്ലോ മൂവിങ് ട്രാഫിക് ആയിരുന്നു. ഇവിടുത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാലിക്കറ്റിൽ മാവൂർ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയമൊക്കെ ആകുമ്പം നല്ല ബ്ലോക്ക് ഉണ്ടാവും. അപ്പം ഞങ്ങൾ ആ ബ്ലോക്കിൽ ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ലോ മൂവിങ് ട്രാഫിക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് തന്നെയായിരുന്നു. കാരണം കുറച്ചും കൂടി ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുകയാണല്ലോ ബസ്സിൽ തന്നെയാണെങ്കിലും ശരി. കാരണം പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് നല്ലൊരു വൈബിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു സ്ലോ മൂവിങ് ട്രാഫിക് ആണെന്നുള്ളൊരു ഇതൊന്നും ഞങ്ങളെ എഫക്റ്റ് ചെയ്തേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ലില്ലി മോൾ എൻ്റെ മടിയിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പോഴും ഉണ്ടായിരുന്നത്. ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ ഇതിനകത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രാഫിക്കിൽ. പിന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ, സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ സൈഡ് കൂടെയുള്ള വ്യൂ ആണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഇതിനുള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല വ്യൂസ് ഉണ്ട്. ഇതായി കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഔട്ടർ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പിക്സും വീഡിയോസും ഒക്കെ എടുക്കണം എന്നുള്ളൊരു ഇത് വരും. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് അവിടെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് കയറിയതിന് ശേഷം ഞങ്ങൾ പക്ഷേ ഒരുപാടൊന്നും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ കുട്ടികളെയൊക്കെ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ടും കൂടി എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഴിയുന്നതും ഞാൻ എടുത്തിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ ക്യാമറയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ എന്താ പറയുക, വൈറ്റ് ആണെങ്കിലും ശരി, ഓറഞ്ച്, യെല്ലോ അങ്ങനെയൊക്കെയുള്ള കളേഴ്സിൽ, ഇത് മാത്രമല്ല ബ്ലൂവും റെഡും ഒക്കെ വേറെ വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ പല ലൈറ്റ്സും കാര്യങ്ങളും നമ്മൾ അല്ലാതെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മോർണിംഗ് ടൈമിലൊക്കെ നമ്മളൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതിലാണ്. കാരണം അത്രയും നന്നായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും കുറേ പേര് ഇവിടുന്ന് കാണാനൊക്കെ വന്നിട്ടുണ്ട്. കുറേ പേരൊക്കെ വീഡിയോസും പിക്സും ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഇവിടെയുള്ള ഈ ഒരു ഹെഡ് ബാൻഡൊക്കെ കണ്ടില്ലേ, ഹെഡ് ബാൻഡ് എനിക്ക് വാങ്ങണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്റ്റക്കായിട്ടോ, പല ഐറ്റംസും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു ഈ 2025 ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടിപൊളിയായിരുന്നു. ഈ 24 പകരം നമ്മൾ 25 കാണുന്നു. അപ്പോൾ നമുക്ക് ഇനിയൊരു ന്യൂ ഇയർ വരുന്നു, നല്ലൊരു ഹോപ്പും ഒക്കെ ഉള്ളതൊരു ആ ഒരു ഇത് മനസ്സിലുള്ളതുകൊണ്ട് തന്നെ അടിപൊളി ഒരു ഫീലായിരുന്നു എനിക്ക് ആ 2025 ഈ ഒരു ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സംഭവം കണ്ടപ്പോൾ. പിന്നെ ഇതേ ഞാൻ എയറോ റോക്കറ്റ്സ് ആണ് കേട്ടോ എടുക്കാൻ വിചാരിച്ചത്. പക്ഷെ അതങ്ങനെ സൂം ആയിട്ടുണ്ടായിരുന്നില്ല. നല്ല രസമല്ലേ, അത് ശരിക്കും കാണാൻ വേണ്ടി നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ അതെനിക്ക് അങ്ങനെ ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനി നമുക്കൊരു മോം ഡോട്ടർ കോൺവെർസേഷൻ കാണാം കേട്ടോ. വെറുതെ ഹൗ മച്ച് ചോദിക്കണ്ട, ആവശ്യമില്ല. അങ്ങനെ ഇതേ ഒരു കുട്ടി മായാവി ഇവിടെ റെഡിയാണ് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, സുന്ദരിക്കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ അത് ഇത്ര മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇറങ്ങുകയാണ്. ഇപ്പോൾ കുറച്ച് ടൈം ആയല്ലോ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി വേഗം ഇറങ്ങാമെന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ ഈ പാർക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഇവർ വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അവനിക്കും അനിലേച്ചി വാങ്ങി തന്ന ഹെഡ് ബാൻഡാണ് കേട്ടോ അത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അത് വെച്ച് അങ്ങനെ നടക്കുകയായിരുന്നു. റോഡ് സൈഡിലൂടെ അങ്ങനെ നടന്ന് ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഇതായിരുന്നു, ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ മറന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ ട്രാവലറിൽ കയറി. സുസു എൻ്റെ ഹെഡ് ബാൻഡാണ് വെച്ചിട്ടുള്ളത്. സുസുവിന് പിക്കൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം അനിലേച്ചിയും വെച്ചിട്ടുണ്ടായിരുന്നു. അവനിയുടെ ഹെഡ് ബാൻഡ് എടുത്ത് അനിലേച്ചിയും വെച്ചു. അനിലേച്ചി വീഡിയോ പോർട്രേറ്റ് ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ലാൻഡ്സ്കേപ്പായിട്ട് എടുക്കുമ്പോഴാണല്ലോ നമ്മുടെ ഫേസൊക്കെ കാണുക. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമാണത്. അങ്ങനെ സുസു എന്ന എൻ്റെ മടിയിലിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി വീഡിയോയും സെൽഫീസൊക്കെ എടുത്ത് അർമാദിക്കുകയായിരുന്നു ഗൈസ്. പട്ടിഷോയ്ക്ക് ഞാനും ഒരു കുറവും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അടിപൊളിയായിരുന്നു. പക്ഷേ ഞാൻ ആ ഷോർട്സിൻ്റെ ഇതിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ എടുത്തത്.
പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ, വീഡിയോയിലൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. അങ്ങനെ ഇതാ സുസുവും ഞങ്ങൾ 3 പേരും കൂടി അടിപൊളിയായിട്ട് ബാക്കിലിരുന്ന് ആരുടെയും ശല്യമില്ലാതെ ഞങ്ങൾ 3 പേരും കൂടി ഡാൻസ് കളിക്കുകയായിരുന്നു. ഒരുവിധം എല്ലാവരും സൈഡായിട്ടുണ്ട്, മക്കൾസൊക്കെ സൈഡായിട്ടുണ്ട്. ഇത്രയും ടൈമായല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് സുസുവിനെ കിട്ടിയത്. പിന്നെ ഞങ്ങളും ഫ്രീ ആയത് ഇപ്പോഴാണല്ലോ. അങ്ങനെ ഇതേ പാട്ടൊക്കെ ഞങ്ങൾക്ക് വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് അതിന് ഞങ്ങളുടേതായ സ്റ്റെപ്പുകളും ഒക്കെ വെച്ച് ഞങ്ങളങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രിപ്പിന് ഞാൻ പോയിട്ടില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെ ആകുമായിരുന്നു. കാരണം ഞാൻ മടി പിടിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു, ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവർ 2 പേരും കൂടി എന്നെ ഒരുപാട് കമ്പൽ ചെയ്തു, വന്നോ നമുക്ക് ആദ്യമായിട്ട് പോവല്ലേ, നമ്മൾ 3 പേരും കൂടിയുള്ള ഫസ്റ്റ് ട്രിപ്പല്ലേ, നീ വാ എന്നൊക്കെ പറഞ്ഞ് ഇവരെന്നെ ഭയങ്കരമായിട്ട് കമ്പൽ ചെയ്തു. ഞാനാണെങ്കിൽ വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ, ഇവർ ഭയങ്കരമായിട്ട് കമ്പൽ ചെയ്തു. സുസു ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ടല്ലേ, സുസു റോക്ക്ഡ് വി ഷോക്ക്ഡ്, അങ്ങനെയായിരുന്നു അവസ്ഥ. സുസു ഇങ്ങനെ കളിക്കുന്നത് വിചാരിച്ചതേ ഉണ്ടായിരുന്നില്ല. സുസുവിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കലാകാരിയെ ഞങ്ങൾ പുറത്തെടുത്തു. ഞാനും അനിലേച്ചി, ഞാനത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. അപ്പം അനിലേച്ചിയും സുസുവും കൂടി തകർത്ത് ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിത് സുസുവിൻ്റെ ഏട്ടനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, സുസുവിൻ്റെ ഈ ഒരു ഡാൻസ് കണ്ടപ്പോൾ ചിരിച്ചായിരുന്നു മൂപ്പര്. അങ്ങനെ സുസു എനിക്ക് ആ ഹെഡ് ബാൻഡ് കൈമാറി സുസു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാനും അനിലേച്ചും ഒടുക്കത്തെ ഡാൻസ് ആയിരുന്നു. പിന്നെ ഫോണാണെങ്കിൽ അവനിയുടെ എടുത്ത് കൊടുത്തു. അവനിയാണ് ഞങ്ങൾക്ക് പിന്നെ എടുത്തു തരുന്നത്. സുസു ഹെഡ് ബാൻഡൊന്നും വെക്കാതെയാണ് സുസു പിന്നെ ഡാൻസ് ചെയ്തത്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ബൈപ്പാസ് വഴിയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ബ്ലോക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ബ്ലോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബൈപ്പാസ് വഴിയായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നേരത്തെ തന്നെ ഞങ്ങൾക്ക് വീട്ടിലെത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത്ര നേരത്തെ എത്തണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ തോന്നിയിട്ടുള്ളത്. കാരണം ഞങ്ങൾ രാത്രിയൊക്കെ ആയപ്പം ഞങ്ങളുടെ ആ ഒരു സമയമുണ്ടല്ലോ, ഈ കയറിയതിന് ശേഷം പിന്നെ ഞങ്ങൾ 3 പേരുമായിരുന്നു അവിടെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങനെ ഒരു ട്രിപ്പ് ഇനി കുറേ കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അപ്പം എന്താ പറയുക, ആ ഒരു ഇത് വല്ലാതൊരു മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ ആ ഒരു ടൈമിൽ അടിപൊളിയായിട്ട് ഈ ഡാൻസ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചല്ല. അപ്പോൾ സുസു പറഞ്ഞു എന്തായാലും ലാസ്റ്റ് മൊമെൻ്റ് അല്ലേ, രാത്രി ആയില്ലേ, ഇനിയെങ്കിലും നിങ്ങളൊന്ന് ഇറങ്ങി കളിക്കി എന്നൊക്കെ പറഞ്ഞ് സുസുവാണ് ഞങ്ങളെ പിരികേറ്റി വിട്ടത്. അപ്പോൾ അനിലേച്ചി പറഞ്ഞു അന്ന് നമുക്ക് കളിക്കാമല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ എന്നാൽ പിന്നെ ഓക്കെ എന്നും പറഞ്ഞ് ഞാനും ഇറങ്ങി. പക്ഷെ അത് ഇത്രത്തോളം വൈബിലെത്തും എന്നുള്ളത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പാട്ടൊക്കെ ഞങ്ങൾ തന്നെ പോയി മാറ്റി വെച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഞങ്ങൾ തന്നെ പ്ലേ ചെയ്ത് അങ്ങനെയായിരുന്നു ഞങ്ങൾ അടിച്ചു പൊളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ടൈമായിരുന്നു. ഞങ്ങൾ തന്നെ ആയിരുന്നു അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഇതെടുത്തിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ഞങ്ങൾ തന്നെ പാട്ടൊക്കെ മാറ്റി. ഞങ്ങൾ 3 പേര് വേറെ ആരുടെ ഇഷ്ടം ഒന്നും നോക്കിയില്ല, ഞങ്ങൾ പാട്ട് വെക്കുന്നു, ഞങ്ങൾ കളിക്കുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ശരിക്കും നമുക്ക് ആ പാട്ടൊക്കെ ഒന്നുകൂടി പ്ലേ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അതൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വീഡിയോ കുറച്ചും കൂടി കളർഫുൾ ആയിരുന്നേനെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം അത്രയും വൈബിൽ ആ പാട്ടൊക്കെ വെച്ച് ആ പാട്ടും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എന്തൊരു രസമായിരിക്കും. നിങ്ങൾക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ പാട്ടൊന്നും വെക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഞാനൊക്കെ പാട്ട് വെച്ച് ആ ഒരു പാട്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് ഞങ്ങളുടെ മൂമെൻറ്റ്സ് അതിനോട് മിങ്കിളാവുമ്പോഴേക്കില്ല അതിൻ്റെ ഒരു രസം നിങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ ഇത് സൂസു എടുത്ത വീഡിയോ ആണ് കേട്ടോ. സൂസു എൻ്റെ ഫോൺ കൊണ്ടുപോയതാണ്. ഇതാണ് ഡ്രൈവർസ് ബൾബ്. അതിനുശേഷം പിന്നെ ബാക്കി സുസു അവിടെയുള്ള എല്ലാ ബസ്സിലുള്ള ഫുൾ ആളുകളെയും കവർ ചെയ്തുകൊണ്ടായിരുന്നു ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനും അനിലേച്ചി ഭയങ്കരമായിട്ട് ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെയാണ് കേട്ടോ ആ നിൽക്കുന്നത്. അങ്ങനെ ഇതാ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആർക്കും ഒരു പരാതി ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം വീടെത്താനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ നല്ലൊരു മെമ്മറി ആയിട്ട് അങ്ങനെ പോവാണ്, ഇവിടുന്ന് ഇറങ്ങി പോവാണ്. അപ്പം എല്ലാവരും പിന്നെ അവരവരുടെ വീട്ടിലൊക്കെ സേഫായിട്ട് എത്തിയെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആൻറ്റിയൊക്കെ ഭയങ്കര പേടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. എൻ്റെ കൈയൊക്കെ വന്ന് തട്ടുമോ എന്നുള്ളൊരു പേടിയിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇവരെ ചോട്ടാസ് കുറേ പേര് ഉറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ആ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. ഡിസംബർ 29-നാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇത്രയും ലാഗ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഒരുപാട് വീഡിയോസ് ഇടാനുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്.
അപ്പം ഇനിയും നമുക്ക് ഒരുപാട് നല്ല നല്ല വീഡിയോസ് എടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇനിയും ഒരുപാട് വീഡിയോസ് എടുത്ത് ഇതുപോലെയൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ളൊരു എനർജി നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാരണം ഒത്തിരി പേര് 90% ആൾക്കാരും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അത് കാണുമ്പം ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് വേർത്തായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്തൊരു ട്രിപ്പിന് ഈ അടുത്തെങ്ങാനും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇനിയും ഒരു ട്രിപ്പിൻ്റെ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിനനുസരിച്ചാണ് എനിക്ക് ആ ഒരു പോസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.